ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛമ്മേ, എല്ലാരും എവിടെ പോയി? ഇനിയൊരു പക്ഷേ രാവിലെ എണീറ്റ് അച്ഛമ്മ കിച്ചണിലും അച്ഛച്ച നടക്കാനും പോയോ? എന്താ മക്കളെ, മക്കൾക്ക് ജഗനങ്ങളിന്റെ വീട് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ആ, പക്ഷെ അവിടെ കഥകള് പറഞ്ഞാരാ മുത്തശ്ശിയില്ല. അയ്യോ, അവിടത്തെ മുത്തശ്ശി ദുഷ്ടത്തിയാ. എപ്പോഴും ദിയമോളെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. ജഗന്റെ അപ്പച്ചിയുടെ കാര്യം മോള് പറയുന്ന. മോളെ, ഹരിതയെ കാണാൻ മനോജ് അങ്ങോട്ട് വന്നിരുന്നല്ലോ, അവനെവിടെ? മനോജ് അങ്ങോട്ട് വന്നില്ലല്ലോ അച്ഛമ്മേ. ജഗന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണല്ലോ മനോജ് ഇവിടുന്ന് ഇറങ്ങിയത്. എന്നിട്ട് അവൻ എവിടെ പോയി? ഒന്ന് ഫോണിൽ വിളിച്ച മോളെ. മനോജ് എത്തി. എന്താ മനോജെ, എന്തുപറ്റി? നീ വണ്ടിന്ന് വീണോ? ഇല്ലേച്ചി, ഒന്നുമില്ല. എന്താ അളിയ, വീട്ടിലേക്ക് വന്നെന്നാണല്ലോ അച്ഛമ്മ പറഞ്ഞത്. എന്നിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ അങ്ങോട്ട് തന്നെയാ വന്നത്. പക്ഷേ ഗേറ്റ് വെച്ച് ഏതോ ആനന്ദവല്ലി ഏർപ്പെടുത്തിയ ഗുണ്ടകള് എന്നെ തടഞ്ഞു. മേലിൽ കുറുപ്പിന്റെ വീട്ടിൽ കയറി പോരുതെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഗുണ്ടകളെ ഏർപ്പെടുത്തി ആനന്ദവല്ലി എന്തിനാ നിന്നെ ഉപദ്രവിക്കുന്നേ? സ്വന്തം ഭാര്യയുടെ വീട്ടിൽ കയറിയതെന്ന് വിലക്കിയത് എന്തിനാ? മനോജുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹരിതയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ എന്റെ അപ്പച്ചിയുടെ പ്ലാൻ. ഹരിതയെ പെണ്ണ് കാണിക്കുന്നതിനായി ഒരു പയ്യനെയും കുടുംബത്തെയും അപ്പച്ചി ക്ഷണിച്ചു വരുത്തിയിരുന്നു. കല്യാണ തീയതി വരെ തീരുമാനിച്ചതാ. ഞാനും ജഗനെ ഇടപെട്ട അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്റെ ഗുരുവായൂരപ്പ, ഇത് നല്ല ഏർപ്പാട് തന്നെ. ഒരാളിന്റെ ഭാര്യയായി കഴിയുന്ന പെണ്ണിനെ സ്വന്തം അപ്പച്ച് തന്നെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. എന്റെ പൊന്നെ, ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാകുവാന്നല്ലോ. അപ്പൊ ഹരിതയായിട്ടുള്ള മനോജിന്റെ വിവാഹബന്ധം ഇനി മുന്നോട്ട് പോവില്ലേ? ഈ ജഗൻ ജീവിച്ചിരിക്കുമ്പോ ആരുടെയും ഒരു ഉദ്ദേശവും നടക്കില്ല. സ്വന്തം അപ്പച്ചയായതുകൊണ്ട് ചില പരിമിതികളെ കൊണ്ട് മുത്തശ്ശി. അധികം വൈകാതെ ഈ അപ്പച്ചിയെ ഞാൻ കെട്ടിയിട്ടിച്ചിരിക്കും. മോളോടി നിന്റെ അടുത്ത് വന്നല്ലേ? അപ്പൊ മുത്തശ്ശിയെ കാണാൻ വന്നതല്ല, സുചിത്രാന്റെ കാണാൻ വന്നതല്ലേ? ഇവൾ എന്റെ മോളല്ലേ? അടുക്കളയിൽ വന്ന് വിശേഷം പറച്ചിലങ്ങ് തുടങ്ങി. മോള് പറയുന്ന കഥകൾ കേട്ട് ഞാനും അങ്ങിരുന്നു. അല്ല, മോള് എന്തൊക്കെ വിശേഷങ്ങളാ സുചിത്ര ആന്റിയോട് പറഞ്ഞേ?
സുചിത്ര ആന്റിയോട് പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറ. പറയാം. ആ പറ. അതെ, സി കേരളത്തിന്റെ ലോകം മാറി. മോളെന്താ പറഞ്ഞേ? എന്റെ മുത്തശ്ശി നമ്മളെ സി കേരളം ചാനലിന്റെ ലോഗോ മാറിയെന്ന്. ആ, അല്ല അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ. അവര് നേരത്തെ ഉറങ്ങിയായിരുന്നോ? അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ സപ്താഹയജ്ഞം നടക്കുക. വരാൻ വൈകും. വാ, അത്താഴം കഴിക്കാം. ആ വാ. അളിയാ, വാ കഴിക്കാം. അത് കൊള്ളാലോ. സി കേരളത്തിന്റെ ലോഗോ മാറി. രാത്രി കിടന്നപ്പോ അങ്കിളിന്റെ വന്ദനമ്മയുടെ നടുവില ഞാൻ കിടന്നത്. ഇപ്പന്തേ അങ്കിള് താഴെ കിടക്കുന്നു. മോളെ, മോളെന്താ നേരത്തെ എണീറ്റത്? വന്ദനമ്മേ, അച്ഛച്ചനെ അച്ഛമ്മയും കാണണം. കുറച്ച് കഴിയട്ടെ മോളെ. ഇന്നലെ വന്നിട്ട് ദിയമോള് അച്ഛച്ചനെ അച്ഛമ്മേനെയും കണ്ടില്ലല്ലോ. എനിക്കിപ്പം കാണണം വന്ദനമ്മേ. മോളെ, ചെലപ്പോ അവര് ഇപ്പൊ ഉറക്കണൊന്നും കാണില്ല. എങ്കി നന്നായി. ഞാൻ ഉമ്മ കൊടുത്ത് രണ്ടുപേരെ ഉണർത്തും. ദിയമോള് അച്ഛച്ചനെ അച്ഛമ്മേനെ കണ്ടിട്ട് വരാം. മോളെ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അച്ഛച്ചാ, അച്ഛമ്മേ, അച്ഛച്ചാ, അച്ഛമ്മേ, എല്ലാരും എവിടെ പോയി? ഇനിയൊരു പക്ഷേ രാവിലെ എണീറ്റ് അച്ഛമ്മ കിച്ചണിലും അച്ഛച്ച നടക്കാനും പോയോ? മാനത്തെ കൊട്ടാരം